നമസ്കാരം. പ്രവാസിയുള്ള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിലെയും പ്രത്യേകിച്ച് ജർമ്മനിയിലെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിലവിൽ നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമത്തെക്കുറിച്ചും യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ജോലിക്കെടുക്കുന്നതിൽ നേരിടുന്ന കടുത്ത പ്രതിസന്ധികളെക്കുറിച്ചുമുള്ള യൂറോ ബാരോമീറ്റർ സർവേ റിപ്പോർട്ട് പുറത്തുവന്നു. യൂറോപ്യൻ യൂണിയനിലെ പകുതിയോളം ചെറുകിട ഇടത്തരം കമ്പനികളും തങ്ങൾക്ക് ആവശ്യമുള്ള യോഗ്യതയുള്ള ജീവനക്കാരെ കണ്ടെത്താനാവാതെ കടുത്ത പ്രതിസന്ധിയിലെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ യൂറോ ബാരോമീറ്റർ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മിടുക്കരായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ കമ്പനികൾക്ക് താൽപര്യമുണ്ടെങ്കിലും കടുത്ത വിസ ചട്ടങ്ങളും ഉദ്യോഗസ്ഥതല ചുവപ്പ് നാടകളും ഇതിന് വലിയൊരു തടസ്സമായി തുടരുകയാണ്. യൂറോപ്പിലെ ആകെ ബിസിനസ്സുകളുടെ 99% ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണെന്നിരിക്കെ ഇവിടുത്തെ പ്രതിസന്ധി യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലാണ്. സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ എന്താണെന്ന് ചോദിച്ചാൽ 84% തൊഴിൽ മേഖലകളിൽ ക്ഷാമമാണ്. യൂറോപ്യൻ യൂണിയനിലെ വിവിധ തൊഴിൽ മേഖലകളിൽ 84%ത്തോളവും കടുത്ത നൈപുണ്യക്ഷാമം, അതായത് സ്കിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ വിദേശികളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ പ്രയോജനപ്പെടുത്താൻ കമ്പനികൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ജർമ്മനിയാണ് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ളവരെ ജോലിക്കെടുക്കാൻ ശ്രമിച്ച കമ്പനികളുടെ എണ്ണത്തിൽ ജർമ്മനിയാണ് മുന്നിൽ. ജർമ്മനിയിലെ 25% കമ്പനികൾ ഇതിനായി ശ്രമിച്ചപ്പോൾ മാൾട്ടയിൽ ഇത് 48%, എന്നാൽ ഹംഗറിയിൽ വെറും 2%, ഫ്രാൻസിൽ 9%, സ്വീഡനിൽ 7% കമ്പനികൾ മാത്രമാണ് ഇതിന് തയ്യാറായത്. ഇങ്ങോട്ടേക്കുള്ള നടപടിക്രമങ്ങൾ അതീവ കഠിനമാണ്. വിദേശികളെ നിയമിച്ച കമ്പനികളിൽ 54% ഈ പ്രക്രിയ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് സമ്മതിക്കുന്നു. കടുത്ത ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളും 31% വരും. അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് 25% വരും. ഭാഷാ പ്രശ്നങ്ങൾ 24% വരും. ഇതൊക്കെ തന്നെയാണ് പ്രധാന വില്ലന്മാർ. എന്നാൽ ജർമ്മനിയിലെ കാര്യം നോക്കിയാൽ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. വിദേശികളെ നിയമിക്കുന്നതിൽ യാതൊരു പ്രശ്നവും നേരിട്ടിട്ടില്ലെന്ന് ഗ്രീസിലെ 67% കമ്പനികൾ പറഞ്ഞപ്പോൾ ജർമ്മനി, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലെ വെറും 10% താഴെ കമ്പനികൾക്ക് മാത്രമാണ് സുഗമമായി നിയമനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഒരിക്കൽ വിദേശ ജീവനക്കാരെ കമ്പനിയിൽ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ അവിടെ നിലനിർത്താനും ഒപ്പം കൊണ്ടുപോകാനും എളുപ്പമാണെന്ന് 60% കമ്പനികളും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഇതുവരെ വിദേശത്തു നിന്നും ആരെയും നിയമിക്കാത്ത കമ്പനികൾ 86%-ഓളം വരും. ഇതിൽ നിന്നും മാറി നിൽക്കാൻ പ്രധാന കാരണം ഭാഷാ യോഗ്യത, വിദേശ സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം തുടങ്ങിയ കടുത്ത നിയമങ്ങളാണ്. ഇതിന് പ്രതീക്ഷയായി EU ടാലന്റ് പോൾ കൊണ്ടുവരാനാണ് യൂറോപ്യൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി യൂറോപ്യൻ കമ്മീഷൻ പുതിയ EU ടാലന്റ് പോൾ എന്ന പേരിൽ ഒരു രാജ്യാന്തര റിക്രൂട്ട്മെന്റ് ഫോറം ആരംഭിക്കുകയാണ്. വിദേശത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കും യൂറോപ്പിലെ കമ്പനികൾക്കും പരസ്പരം ബന്ധപ്പെടാൻ ഇത് സഹായിക്കും. വിദഗ്ധ തൊഴിലാളികൾക്കായി വിസ നടപടികൾ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും യൂറോപ്യൻ യൂണിയൻ ആഭ്യന്തര കുടിയേറ്റകാര്യ കമ്മീഷണർ മാഗ്നസ് ബ്രണ്ണർ വ്യക്തമാക്കി. പഠനത്തിന് ശേഷം ജോലിയിലേക്ക് മാറുന്ന വിദേശ വിദ്യാർത്ഥികൾക്കുള്ള നടപടികൾ എളുപ്പമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കെയറിംഗ്, IT, നഴ്സിംഗ് മേഖലകളിൽ ജോലി അന്വേഷിക്കുന്ന പ്രവാസി മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് ഈ പുതിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഗുണകരമായേക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജർമ്മനിയിൽ വ്യാഴാഴ്ച ശക്തമായ കാറ്റിനും മിന്നൽ ചുഴലിക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അടിയന്തര മുന്നറിയിപ്പ്. കനത്ത പ്രകൃതിക്ഷോഭത്തിനാണ് സാധ്യത. ജർമ്മനിയിലെ കാലാവസ്ഥ വ്യാഴാഴ്ച അതീവ വഷളാകാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണ കേന്ദ്രത്തിന്റെ കനത്ത മുന്നറിയിപ്പ്. അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള ന്യൂനമർദ്ദം ശക്തമാകുന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നൽ, ആലിപ്പഴ വർഷം, കനത്ത മഴ എന്നിവയ്ക്കൊപ്പം ചുഴലിക്കാറ്റുകൾക്കും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. വ്യാഴാഴ്ച ജർമ്മനിയിലെ 8 സംസ്ഥാനങ്ങളിൽ പൊതു അവധിയാണെങ്കിലും യാത്രകളും ഔട്ട്ഡോർ പരിപാടികളും പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. രാത്രിയിൽ 10 മുതൽ 16 ഡിഗ്രി വരെ താപനില ഉണ്ടാവുമെങ്കിലും പകൽ സമയത്ത് തെക്ക് കിഴക്കൻ മേഖലകളിൽ 26 ഡിഗ്രി വരെ ഉയരുമെന്നും പ്രവചനമുണ്ട്. യൂറോപ്യൻ സഞ്ചാരികൾക്ക് തിരിച്ചടിയായി കൊളോൺ കത്തീഡ്രലിൽ ഇനി കയറാൻ €12 ടിക്കറ്റ് എടുക്കണം. ജൂലൈ 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. എന്നാൽ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർക്ക് ഇളവുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു എക്സ്ക്ലൂസീവായി വരും ദിവസങ്ങളിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക.
UN രക്ഷാസമിതി തെരഞ്ഞെടുപ്പിൽ ജർമ്മനിക്ക് കനത്ത തിരിച്ചടി. പോർച്ചുഗലിനോടും ഓസ്ട്രിയയോടും പൊരുതി തോറ്റു. പിന്നിൽ റഷ്യയുടെ അണിയറ നീക്കങ്ങളാണെന്ന് സൂചന. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ സമിതിയായ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ജർമ്മനിക്ക് അപ്രതീക്ഷിത പരാജയമുണ്ടായി. വെസ്റ്റേൺ യൂറോപ്പ് വിഭാഗത്തിൽ ഒഴിവുവന്ന 2 സീറ്റുകളിലേക്ക് പോർച്ചുഗൽ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളോട് മത്സരിച്ചാണ് ജർമ്മനി പരാജയപ്പെട്ടത്. ബുധനാഴ്ച ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന വോട്ടെടുപ്പിലെ ഈ തോൽവി ജർമ്മനിക്ക് വലിയ നയതന്ത്ര തിരിച്ചടിയായി. ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ഈ ഫലം വലിയ നിരാശയാണ് സമ്മാനിച്ചത്. രക്ഷാസമിതിയിലെ താൽക്കാലിക സീറ്റ് നേടാൻ പൊതുസഭയിലെ 3/2 ഭൂരിപക്ഷമാണ് രാജ്യങ്ങൾക്ക് വേണ്ടിയിരുന്നത്. പോർച്ചുഗൽ 134 വോട്ടും നേടി വിജയിച്ചു. ഓസ്ട്രിയ 131 വോട്ടും നേടി വിജയിച്ചു. ജർമ്മനിക്ക് ലഭിച്ചത് 104 വോട്ടാണ്. അതേസമയം ജർമ്മനിയിലെ പ്രതിപക്ഷ കക്ഷിയായ ഗ്രീൻസ് പാർട്ടി തോൽവിയുടെ ഉത്തരവാദിത്തം മെർസ് സർക്കാരിനാണെന്ന് കുറ്റപ്പെടുത്തി. 15 അംഗങ്ങളുള്ള UN രക്ഷാസമിതിയിൽ അമേരിക്ക, UK, ചൈന, റഷ്യ, ഫ്രാൻസ് എന്നീ 5 സ്ഥിര അംഗങ്ങൾക്കാണ് ഏതൊരു തീരുമാനവും റദ്ദാക്കാനുള്ള വീറ്റോ അധികാരം ഉള്ളത്. മുൻപ് 2019-2020 വർഷങ്ങളിലാണ് ജർമ്മനി അവസാനമായി രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നത്. 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി ജർമ്മനിയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ബെർലിനിൽ തുറന്നു. നിർമ്മാണം പൂർണ്ണമായും ജനങ്ങളുടെ സംഭാവനയിലാണ് നടന്നത്. ഞായറാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവും. ജർമ്മനിയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തിന് അഭിമാന നിമിഷം സമ്മാനിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ ബെർലിനിലെ നോയക്കേൾൻ ജില്ലയിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ ഹിന്ദു ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തു. ഏകദേശം 2 പതിറ്റാണ്ടിലേറെ നീണ്ട ആസൂത്രണങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും ശേഷമാണ് ജൂൺ 3 ബുധനാഴ്ച ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചത്. ബെർലിനിൽ ഉയരുന്ന 2ാമത്തെ വലിയ ഹിന്ദു ക്ഷേത്രമാണിത്. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനാണ് ശ്രീ ഗണേശ് ഹിന്ദു ടെമ്പിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രൗഢഗംഭീരമായ ആരാധനാലയത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഹസൻഹൈഡ് പാർക്കിനോട് ചേർന്ന് 5000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമിയിലാണ് ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. 17 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിൽ തദ്ദേശീയരായ ഇന്ത്യൻ ശില്പികൾ കൊത്തിയെടുത്ത 200-ലധികം ദേവതാ ശില്പങ്ങൾ കാണാം. ക്ഷേത്രത്തിന്റെ പ്രധാന ഹാളിൽ ഗണപതി ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ മറ്റ് 5 ഉപദേവതാ പ്രതിഷ്ഠകളും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണം പൂർണ്ണമായും സംഭാവനയിലൂടെയാണ് നടത്തിയതെന്നാണ് ട്രസ്റ്റ് ഭാരവാഹി ബിൽവനാഥൻ കൃഷ്ണമൂർത്തി അറിയിച്ചത്. 1.1 മില്യൺ യൂറോ ചെലവഴിച്ചാണ് ക്ഷേത്രം പണിതുയർത്തിയത്. ഗ്രാനൈറ്റ് കല്ലുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. 5 ദിവസത്തെ ചടങ്ങുകളായി ഞായറാഴ്ച കുടമാറ്റവും 10 പ്രമുഖ ഹിന്ദു പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കടുത്ത ആചാരങ്ങളോടെയുള്ള മഹാ കുംഭാഭിഷേകം ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഞായറാഴ്ച പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം പൂർണ്ണമായും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശന സമയം അനുവദിച്ചിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രധാന ആരതികളിൽ പങ്കെടുക്കാൻ യാതൊരുവിധ മുൻകൂർ ബുക്കിംഗോ പ്രവേശന ഫീസോ ആവശ്യമില്ലെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ജർമ്മൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നു. ആഫ്രിക്കയിൽ നിന്ന് കൊക്കോ ബീൻസിന് പകരം എത്തിയത് 500 മില്യൺ യൂറോയുടെ കോക്കൈനാണ്. ജർമ്മനിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് കസ്റ്റംസ് അധികൃതർ. വടക്കൻ തുറമുഖ നഗരമായ വിൽഹെൽംസ് ഹാഫനിലെത്തിയ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ നിന്ന് 8 ടണ്ണിലധികം കോക്കൈനാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് ഏകദേശം 500 മില്യൺ യൂറോയിലധികം വിലമതിക്കും. അതേസമയം പിടിച്ചെടുത്ത കൊക്കൈൻ കത്തിച്ച് ചാമ്പലാക്കിയെന്നാണ് അധികൃതർ അറിയിച്ചത്. ജർമ്മനിയിൽ തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടി അന്താരാഷ്ട്ര സാമ്പത്തിക സംഘടനയായ OECD ഈ വർഷം ഇത് 2ാം തവണയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം വെട്ടിക്കുറയ്ക്കുന്നത്. ബുധനാഴ്ച പുറത്തുവിട്ട ഏറ്റവും വലിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ജർമ്മനിയുടെയും ലോകരാജ്യങ്ങളുടെയും GDP നിരക്കുകൾ കുറച്ചതായി വ്യക്തമാക്കുന്നത്. ഇറാൻ യുദ്ധവും വിപണിയിലെ കടുത്ത വിലക്കയറ്റമാണ് ഈ പുതിയ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം ആഗോള സാമ്പത്തിക വളർച്ചയും ഇന്ത്യയുടെ മുന്നേറ്റവും പ്രധാനമായും എടുത്തു കാണിക്കുന്നുണ്ട്. ആഗോള റാങ്കിങ്ങിൽ വൻ കുതിപ്പുമായി ഇന്ത്യ 1ാം സ്ഥാനത്ത് തുടരുന്നത് പ്രവാസി സമൂഹത്തിന് വലിയൊരു അഭിമാനമാണ്. ഇന്ത്യ 6.3%, ചൈന 4.5%, അമേരിക്ക 2%, കാനഡ 1.2%, നെതർലൻഡ്സ് 1%, ജർമ്മനി 0.7%. യൂറോപ്പിലെയും ജർമ്മനിയിലെയും തൊഴിൽ വിപണിയെയും പ്രവാസികളുടെ ബിസിനസ് മേഖലയെയും ബാധിക്കുന്ന സാമ്പത്തിക ചലനങ്ങളെ ജർമ്മൻ ഭരണകൂടം എങ്ങനെ നേരിടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ള പ്രവേശന സമയം ദീർഘിപ്പിച്ചു. ഇനി മുതൽ രാത്രി 8 വരെയായിരിക്കും പള്ളിയിലേക്കുള്ള പ്രവേശനാനുമതി. ജൂൺ 1-നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്.
നിലവിലെ സാഹചര്യങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പരിഗണിച്ച് സർവീസുകൾ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചതായി കുവൈറ്റ് എയർവേസ് അറിയിച്ചു. കമ്പനിയുടെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബാധിക്കപ്പെട്ട സർവീസുകൾ പുനഃക്രമീകരിക്കുമെന്നും പുതിയ യാത്രാ തീയതികൾ യാത്രക്കാരെ നേരിട്ട് അറിയിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണെന്ന് സ്ഥിരീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.